നമസ്കാരം സുഹൃത്തുക്കളെ. ആശയം അല്ലെങ്കിൽ ഐഡിയയാണ് ഏറ്റവും വിലയുള്ള സംഗതി എന്ന് പറയുന്നത്. ഒരാശയത്തിന് ഒരുവനെ ദരിദ്രനാക്കാനും കോടീശ്വരനാക്കാനും സാധിക്കുമെന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിയെഴുതുന്ന ഒരു ശക്തിയാണ് ആശയം എന്ന് പറയുന്നത്. ഓരോ മനുഷ്യൻ്റെയും ഉള്ളിലെ ആശയം എന്ന് പറയുന്നത് അവൻ്റെ ആത്മീയ തലങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ അവൻ്റെ മനസ്സിൻ്റെ അടിത്തട്ടുകളിൽ നിന്ന് അവൻ്റെ തലച്ചോറിലൂടെ ഒരു പ്ലാനായിട്ട് രൂപപ്പെട്ടുകൊണ്ട് അവൻ്റെ ശരീരം കൊണ്ട് അതൊരു കർമ്മമാക്കി ആക്ഷനാക്കി പ്രവർത്തനമാക്കി മാറ്റുന്ന സമയത്ത് അവൻ ഉന്നതമായിട്ടുള്ള വിജയമുണ്ടാവുകയാണ്. ഈ ഒരു ചാനലിനെ സംബന്ധിച്ചിടത്തോളം ഇത് നമ്മളുടെ പുതിയൊരു സംരംഭമാണ്. മറ്റു ചാനലുകളിൽ കൂടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് കാപ്പൻസ് മീഡിയയിലൂടെയും അതുപോലെ തന്നെ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള നാമത്തിലുള്ള ജിയോ കാപ്പൻ എന്ന് പറയുന്ന ചാനലിലൂടെയൊക്കെ നമ്മൾ ആത്മീയമായിട്ടുള്ളതും മാനസികമായിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങൾ യഥാക്രമം നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ ചർച്ചകൾക്കൊക്കെ വഴിയൊരുക്കിയത് ഒരുപാട് കാലം എൻ്റെ മനസ്സിലൂടെ ഓടിക്കളിച്ചുകൊണ്ടിരുന്ന ചിന്തകളാണ്, ആശയങ്ങളാണ്. പണ്ട് കാലത്ത് പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ എൻ്റെ ആശയങ്ങൾ ഒരു പുസ്തകത്തിൽ എഴുതി വെക്കുമായിരുന്നു. അതിൽ കുറേ ആശയങ്ങൾ എനിക്ക് നടപ്പാക്കാനായിട്ട് സാധിച്ചു. ചിലത് ഇപ്പോഴും വിജയകരമായിട്ട് നടത്തിക്കൊണ്ട് പോവുകയാണ്. പക്ഷെ ഞാൻ കരുതുകയാണ് എല്ലാ ആശയങ്ങളും എനിക്ക് വേണ്ടി മാത്രമുള്ളതല്ല. ഞാനതവിടെ എഴുതി വെച്ചതുകൊണ്ട് പലതും ചിലപ്പോൾ എനിക്ക് താല്പര്യം മാറിപ്പോയിട്ടുണ്ടാകാം, ചെയ്യാൻ കഴിയാതെ വന്നിട്ടുണ്ടായിരിക്കാം. പക്ഷേ അതിന് താല്പര്യമുള്ള തീർച്ചയായിട്ടും ഒരുവൻ്റെ ഉള്ളിലെ ആശയവുമായിട്ട് സംയോജിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരുവൻ്റെ ഉള്ളിലെ ആശയത്തിന് സ്പാർക്ക് കൊടുക്കാനായിട്ട് ആ ആശയങ്ങൾക്ക് ശക്തിയുണ്ട് എന്ന് മനസ്സിലാക്കിയ സമയത്താണ് ഈ ഒരു ചാനലുമായിട്ട് ഞാൻ മുന്നോട്ട് വരുന്നത്. ഈ ചാനലിൽ അതുകൊണ്ട് ചാനലിൻ്റെ പേര് പോലെ തന്നെ കാപ്പൻസ് ഐഡിയ ലാബ് എന്ന് പറയുന്ന സമയത്ത് ആശയങ്ങളുടെ ഒരു ലാബ് അല്ലെങ്കിൽ ആശയങ്ങളുടെ ഒരു പരീക്ഷണശാല, ഒരു ഫാക്ടറി എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് വെക്കുന്നത്. ഇതിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ആശയങ്ങൾ അന്വേഷിക്കുന്ന ആളുകൾക്ക് ബിസിനസ് ആശയങ്ങളായിക്കോട്ടെ, ശാസ്ത്രീയമായിട്ടുള്ള ആശയങ്ങളായിക്കോട്ടെ, തത്വശാസ്ത്രപരമായിട്ടുള്ള ആശയങ്ങളായിക്കോട്ടെ, എന്ത് രീതിയിലും നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും ഉയർത്തിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കുന്ന എല്ലാവിധ ആശയങ്ങളും ഇവിടെ പറയാനായിട്ട് ഞാൻ ശ്രമിക്കുകയാണ്. പണ്ട് കാലത്ത് എഴുതി വെച്ചതിനപ്പുറത്തേക്ക് ആശയങ്ങളൊക്കെ ഇതിലെ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവർക്ക് ഒരു ഇൻസ്പിറേഷൻ ആകാനായിട്ട് സാധിക്കും എന്നുള്ളതും കൂടി ഞാൻ മനസ്സിലാക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയുവാനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാവുന്നതുമാണ്. എൻ്റെ അറിവിൻ്റെ മേഖലയിൽ പെടുന്നതാണെങ്കിൽ അതിന് ഉത്തരം പറയാനായിട്ട് ഞാൻ തീർച്ചയായിട്ടും ശ്രമിക്കുന്നതുമാണ്. മറ്റു ചാനലുകളിലൂടെ എനിക്ക് ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ എന്നുള്ള രീതിയിലും ഈ ചാനലിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞത്. നമ്മുടെ സാധാരണ രീതി എന്ന് പറയുന്നത് നേരെ ഒരു വിഷയത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് അധികം ദീർഘിപ്പിക്കാതെ തന്നെ ഞാൻ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് ആദ്യമായിട്ട് ഈ ചാനലിൽ പറയാനായിട്ട് പോകുന്ന ആശയങ്ങളുടെ ഒരു ലിസ്റ്റ് എന്ന് പറയുന്നത് ഗ്രാമീണമായിട്ടുള്ള അന്തരീക്ഷത്തിൽ ജനിച്ചതായിട്ടുള്ള ഒരു വ്യക്തി, ആ വ്യക്തിക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, 10ാം ക്ലാസ് വരെയോ അല്ലെങ്കിൽ +2 വരെയോ കൂടിപ്പോയാൽ ഡിഗ്രി വരെയോ പഠിച്ചിട്ടുള്ളൂ. ആ വ്യക്തിക്ക് പ്രത്യേകിച്ച് പണം മുടക്കാനായിട്ട് കയ്യിലൊന്നുമില്ല. ചെറിയതായിട്ടുള്ള 10,000 രൂപയോ അല്ലെങ്കിൽ അതിന് താഴെയുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഇപ്പോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ആ വ്യക്തിക്ക് ഇപ്പോൾ ചെയ്യുന്നതായിട്ടുള്ള ജോലി ചിലപ്പോൾ കൂലിപ്പണിയായിരിക്കാം, അല്ലെങ്കിൽ ആ ചെയ്യുന്നതായിട്ടുള്ള ചെറിയ ഒരു ജോലിയിൽ നിന്ന് 10,000-ഓ 15,000-ഓ 20,000-ഓ മാത്രമാണ് മാസത്തിൽ സമ്പാദിക്കാനായിട്ട് സാധിക്കുന്നത്. ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ്, എനിക്ക് അടുത്ത തലത്തിലേക്ക് ഉയരണം, എനിക്ക് എവിടെ നിന്ന് അതിന് വേണ്ടതായിട്ടുള്ള ആശയങ്ങൾ ലഭിക്കും. അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരു വ്യക്തിക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിട്ടുള്ള, പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലയിൽ ജീവിക്കുന്ന ഈ ഒരു വ്യക്തിക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിട്ടുള്ള ഏതാനും ചില ചെറിയ ആശയങ്ങളാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. ഇത് അതുപോലെ ചെയ്താൽ വിജയിക്കുമെന്നല്ല ഞാൻ പറയുന്നത്. അതിനപ്പുറത്തേക്ക് നിങ്ങൾ ഉള്ളിൽ നിന്ന് ചിന്തിച്ചു നോക്കുക, എൻ്റെ ആശയവുമായിട്ട് ഇത് മാച്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ ആത്മാവിൽ നിന്ന് വരുന്ന എൻ്റെ ആശയമാണ് ഏറ്റവും വലുത്. അതുമായിട്ട് മാച്ചിങ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ആത്മാവിൽ കിടക്കുന്നതായിട്ടുള്ള ആശയത്തിനെ ഡീകോഡ് ചെയ്തെടുക്കാനായിട്ട് ഈ ഐഡിയ ലാബിൽ പറയുന്നതായിട്ടുള്ള കാര്യങ്ങൾ സഹായകമാകുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് ചിന്തിച്ചു നോക്കുക. അതിൽ ഒന്നാമതായിട്ട് മുതൽ മുടക്കില്ലാതെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത്, ഇന്ന് എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോണുണ്ട്. ആ മൊബൈൽ ഫോൺ ഇന്ന് വളരെ വലിയൊരു വരുമാന മാർഗമാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഒരു സ്മാർട്ട് ഫോൺ കയ്യിലുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒരു മാസം 50,000-ഓ അതിലധികമോ തുക ഉണ്ടാക്കാനായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി എന്നുള്ളതാണ്. അതിനെ ബുദ്ധിപരമായിട്ടും കൃത്യമായിട്ടും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ. 10 വർഷങ്ങൾക്ക് മുൻപ് മൊബൈൽ ഫോൺ കാണുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഈ ഒരു മൊബൈൽ ഫോൺ എന്ന് പറയുന്ന സംഗതി കൊണ്ട് പണം ഉണ്ടാക്കാനായിട്ട് സാധിക്കുമോ എന്നുള്ളത്. അന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ വലിയ എഫക്റ്റീവായിട്ടുള്ള വഴികളൊന്നും കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. പക്ഷേ ഇന്ന് നോക്കുന്ന സമയത്ത് ഒരുപാട് വഴികൾ നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ളതാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തീർച്ചയായിട്ടും നമ്മളെ അതിന് സഹായിക്കുകയും ചെയ്യും. ഒരു മനുഷ്യൻ്റെ പ്രവർത്തന മികവ്
എത്രയോ മടങ്ങ് വർദ്ധിപ്പിക്കാനായിട്ട്, അവൻ്റെ ജോലിയുടെ വേഗത വർദ്ധിപ്പിക്കാനായിട്ടൊക്കെ ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കുകയാണ്. 10 വർഷം മുൻപുള്ള കാര്യം ഞാൻ പറഞ്ഞു. 10 വർഷത്തിന് മുൻപ്, ഏകദേശം 20 വർഷത്തിന് മുൻപൊക്കെ ചെറിയ കുട്ടിയായിട്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് എൻ്റെ കയ്യിൽ കൊണ്ടു നടക്കാനായിട്ട് സാധിക്കുന്നതായിട്ടുള്ള, സ്ക്രീനിൽ വിവരങ്ങൾ തെളിയുകയും സിനിമ കാണാനും പറ്റുന്നതായിട്ടുള്ള ഒരു സംഗതി എന്തെങ്കിലും വരുമോ എന്നുള്ളത്. ആ ഒരു സംഗതി ഇന്ന് നമ്മുടെ കയ്യിലുണ്ട്, മൊബൈൽ ഫോണും ടാബ്ലറ്റുമായിട്ട്. ആ ഒരു സംഗതി കയ്യിൽ കൊണ്ടു നടന്ന് വെറുതെ കാണാനും അല്ലെങ്കിൽ ഗെയിം കളിക്കാനോ സിനിമ പ്രദർശിപ്പിക്കാനോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ഇൻ്റർനെറ്റ് ഉപയോഗിക്കാനോ മാത്രമല്ല, അതൊരു മണി മേക്കിംഗ് മിഷനായിട്ട് തന്നെ മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. നമ്മൾ പ്രത്യേകിച്ച് അതിനൊരു വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷ് മാത്രം അറിഞ്ഞിരിക്കുക, അല്ലെങ്കിൽ മലയാളമാണെങ്കിലും ഇന്ന് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. കാരണം നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാൻ വേണ്ടി ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഉണ്ട്. അതുപോലെ തന്നെ ചാറ്റ് ജിപിടിയും ജെമിനിയും പോലെയുള്ള ഒരുപാട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ആപ്ലിക്കേഷൻസ് നമുക്കുണ്ട്. എന്ത് ഇംഗ്ലീഷിൽ ഉള്ള കാര്യമാണെങ്കിലും നമുക്കത് ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ നമുക്കതിൻ്റെ മലയാളം വായിച്ച് മനസ്സിലാക്കുകയും അതിനനുസരിച്ചിട്ട് നമുക്ക് ഏതൊരു പ്ലാറ്റ്ഫോമിലും നമുക്ക് പ്രവർത്തിക്കുകയും ചെയ്യുവാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് നമുക്ക് കോഡിങ്ങിൻ്റെ അറിവ് ആവശ്യമില്ല. പ്രത്യേകിച്ച് നമുക്ക് ടെക്നിക്കലായിട്ടുള്ള ഡീപ്പായിട്ടുള്ള അറിവിൻ്റെ ഒന്നും ആവശ്യമില്ല. അതിൽ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് പണം മുടക്കാതെ നമ്മുടെ കയ്യിൽ ഇപ്പോഴുള്ള മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട്, നമ്മുടെ കയ്യിൽ ഇപ്പോഴുള്ള ഇൻ്റർനെറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള കാര്യമാണ് യൂട്യൂബ് ചാനൽ ആരംഭിക്കുക എന്നുള്ളതും ഫേസ്ബുക്ക് ചാനൽ ആരംഭിക്കുക എന്നുള്ളതും അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജ് ആരംഭിക്കുക എന്നുള്ളതും. ഈ ഒരു കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് ഇൻസ്റ്റാഗ്രാം അടക്കമുള്ള മാധ്യമങ്ങളിൽ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഉള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട്. പല ആളുകളും ചിലപ്പോൾ ചില സമയങ്ങളിൽ ചില കേസിലൊക്കെ പിടിക്കപ്പെടുമ്പോൾ ആൾക്കാരൊക്കെ പറയും ഇതിലൊക്കെ പ്രവർത്തിക്കാനായിട്ടുള്ള യോഗ്യത എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസമില്ലായ്കയും ഇത്തരത്തിലുള്ള സ്വഭാവ ദൂഷ്യവും ഒക്കെ ആണോ എന്ന് ചോദിക്കുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഒരുപാട് ആളുകൾ ചെയ്യുന്നതിൽ നിന്ന് കുറച്ചുപേർ മാത്രമാണ് ഇങ്ങനെയുള്ളത്. അങ്ങനെയുള്ള ആളുകൾ ഡ്രൈവർമാരുടെ ഇടയിലുണ്ടാകും, IAS ഇടയിലുണ്ടാകും, പോലീസുകാരുടെ ഇടയിലുണ്ടാകും. ഈ ലോകത്തിലെ ഏത് ജോലി എടുത്ത് നോക്കിയാലും അവിടെയൊക്കെ ഉണ്ടാകും ആ ജോലിയെ, ആ മേഖലയെ പറയിപ്പിക്കാനായിട്ട് ഒരു കൂട്ടം ആളുകൾ. പക്ഷേ ഈ വിമർശിക്കുന്ന ആളുകൾ അറിയുന്നില്ല, തങ്ങൾ മേടിക്കുന്നതായിട്ടുള്ള 15,000 20,000 അല്ലെങ്കിൽ ചെറിയ ജോലിയിൽ നിന്ന് കിട്ടുന്നതായിട്ടുള്ള ശമ്പളം, ഈവൻ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണെങ്കിൽ പോലും അവർക്കൊക്കെ കിട്ടുന്നതായിട്ടുള്ള ശമ്പളത്തിന് അപ്പുറത്തേക്ക്, ഈ കുറ്റാരോപിതരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, കൃത്യമായിട്ട് പ്രൊഫഷണലായിട്ട് ഈ യൂട്യൂബ് ഫേസ്ബുക്ക് ഒക്കെ കൊണ്ടു നടക്കുന്ന ആൾക്കാർക്ക് വരുമാനം നേടാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കൃത്യമായിട്ട് നമുക്ക് വീഡിയോ ഇടാനും ഒരു മാസം ഒരു മിനിമം 15-ന് മുകളിലേക്ക് നല്ല വീഡിയോസ് ഇട്ട് അതിനൊക്കെ ഒരു 25,000-ന് മുകളിലേക്ക് വ്യൂസ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വരുമാനം 30,000 40,000 50,000 വ്യൂസ് കൂടുന്നതിനനുസരിച്ച് അതിനും അപ്പുറത്തേക്ക് പോകുമെന്നുള്ളതാണ്. അപ്പോൾ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നതും ഈ പറയുന്ന ഫേസ്ബുക്ക്, ഇതിൻ്റെ ടെക്നിക്കൽ സൈഡ് അല്ല ഞാൻ പറയുന്നത്, ബേസിക് ആയിട്ടുള്ള ആശയങ്ങൾ മാത്രമാണ് എൻ്റെ ചാനലിൽ ഞാൻ പറയുന്നത്. ടെക്നിക്കൽ സൈഡും കാര്യങ്ങളും കണ്ടുപിടിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് അത് നിങ്ങൾക്ക് സ്യൂട്ടായിട്ടുള്ള ഐഡിയ ആണോ എന്നുള്ളത് നോക്കി റിസർച്ച് ചെയ്ത് പോവുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഒന്നാമതായിട്ടുള്ള ചാനൽ, എനിക്ക് ഗ്രാമത്തിൻ്റെ അന്തരീക്ഷത്തിൽ എന്താണ് തുടങ്ങാനായിട്ട് സാധിക്കുക. ഇന്നത്തെ ഒരുപാട് ആളുകൾ നമ്മൾ ഗ്രാമങ്ങളിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാനായിട്ട് സാധിക്കും, ഒരുപാട് ആളുകൾ ഇന്ന് വിദേശ രാജ്യങ്ങളിലാണ്, അല്ലെങ്കിൽ ഇനി ടൗണിൽ ജീവിക്കുന്നവരാണെങ്കിൽ പോലും നമ്മുടെ നാട്ടിലെ കാര്യങ്ങൾ, ഗ്രാമത്തിലെ കാര്യങ്ങൾ അറിയാനായിട്ടും കാണാനായിട്ടും ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് വില്ലേജ് വ്ളോഗ് എന്ന് പറയുന്നത്. അതായത് ഗ്രാമത്തിലെ കാര്യങ്ങൾ പുറത്തേക്ക് കാണിക്കുക എന്നുള്ളത്. നമ്മുടെ കുടുംബത്തിലെ കാര്യമോ വീട്ടിലെ കാര്യമോ കാണിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. ഗ്രാമത്തിലെ മനോഹരമായിട്ടൊഴുകുന്ന അരുവികളും ഗ്രാമത്തിലെ മനോഹരമായിട്ടുള്ള മലനിരകളും വയലുകളും മനോഹരമായിട്ടുള്ള പക്ഷികളുടെയും ഒക്കെ വിശേഷങ്ങൾ നമുക്ക് പല രീതിയിലുള്ള വീഡിയോസ് ആയിട്ട് പുറത്ത് അവതരിപ്പിക്കാമെന്നുള്ളതാണ്. നമുക്ക് ഗ്രാമത്തിലെ വില്ലേജ് കുക്കിംഗ്, പാചകവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ചാനൽ തുടങ്ങാനായിട്ട് സാധിക്കും. ഗ്രാമത്തിൽ അന്യം നിന്ന് പോകുന്നതായിട്ടുള്ള കലാരൂപങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചാനൽ തുടങ്ങുവാനായിട്ട് സാധിക്കും. ഗ്രാമത്തിലെ നാടൻ പാട്ടുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ചാനൽ തുടങ്ങുവാനായിട്ട് സാധിക്കും. ഗ്രാമത്തിലെ പഴയ ആളുകൾ പറഞ്ഞു നടക്കുന്ന അറിവുകളും കഥകളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്കൊരു ചാനൽ തുടങ്ങുവാനായിട്ട് സാധിക്കും. ഈ ചാനൽ തന്നെ നമുക്ക് കുറച്ചുകൂടി അപ്ഗ്രേഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. നല്ല ക്ലിയർ ഉള്ള മൊബൈൽ ഫോൺ ക്യാമറ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ASMR വീഡിയോസ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ അത്തരത്തിലുള്ള ചാനലുകൾ വളരെ കുറവാണ്. എന്നാൽ കേരളത്തിൻ്റെ ഒന്നും പകുതി പോലും മനോഹാരിത ഇല്ലാത്തതായിട്ടുള്ള സ്ഥലങ്ങളിൽ, അത്തരത്തിലുള്ള ഭൂപ്രകൃതിയുള്ള സ്ഥലങ്ങളിൽ നിന്ന് പോലും ASMR വീഡിയോകൾ ഒരുപാടായിട്ട് വരുന്നുണ്ട്. അത് നമ്മുടെ ബ്രെയിനിന് ഒരു ഡീപ്പ് റിലാക്സേഷൻ നൽകുന്നുണ്ട്. ചില ആളുകൾ അത് കണ്ടു കഴിഞ്ഞാൽ അത് മുഴുവൻ കണ്ടിരിക്കുക തന്നെ ചെയ്യും. പരീക്ഷണാടിസ്ഥാനത്തിൽ ഞാൻ ഇങ്ങനെ ചെയ്തു നോക്കിയിട്ടുണ്ട്. അത്തരത്തിൽ ഒരു ദിവസം രാത്രിയിൽ ഞാൻ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് വിജനമായിട്ടുള്ള റോഡിലൂടെയാണ് പോകുന്നത്, ഉൾപ്രദേശമാണ്. അപ്പോൾ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് വെറുതെ മൊബൈൽ ഫോൺ വണ്ടിയുടെ ഡാഷ്ബോർഡിൽ ഇരിക്കുകയാണ്. അതവിടെ ഓണാക്കി വെച്ചതിൻ്റെ ക്യാമറ. അപ്പോൾ ആ ക്യാമറയിൽ പതിഞ്ഞതായിട്ടുള്ള ദൃശ്യങ്ങൾ വെറുതെ യൂട്യൂബ് ചാനലിലേക്ക് കൊടുത്തു. അതിൽ മറ്റു മനുഷ്യരോ വാഹനമോ ഒന്നും പെടുന്നില്ല. രാത്രിയിൽ വണ്ടിയുടെ വെളിച്ചത്തിൽ കാണുന്ന കാട്ടുപാത മാത്രം. ആ പാതയിലൂടെയുള്ള ആ വീഡിയോ
കാണാൻ വരെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. സോ അങ്ങനെ നമ്മൾ ഇടുന്ന എന്ത് കണ്ടന്റ് ആണെങ്കിലും എന്ന് വെച്ചാൽ നമ്മൾ ആ ചാനൽ തുടങ്ങുന്നതിന് ചില ശാസ്ത്രീയ വശങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഒരു അൽഗരിതം അല്ലെങ്കിൽ ഒരു കാറ്റഗറിയിൽ ഫോക്കസ് ചെയ്ത് പോകുന്നതാണ് എപ്പോഴും ഉയർന്നു പോകാൻ നല്ലത്. ഏത് കാറ്റഗറിയും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ഉണ്ടെന്നുള്ളതാണ്. ആ വീഡിയോയ്ക്ക് അതിൻ്റെതായിട്ടുള്ള നിലവാരം ഉണ്ട് എന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്കിങ്ങനെ റിലാക്സേഷൻ നൽകുന്നതായിട്ടുള്ള വീഡിയോസ് പ്ലസ് അതിൻ്റെ സൗണ്ടും കൂടെ ഉൾക്കൊണ്ടിട്ട് അങ്ങനെയും നമുക്ക് ഒരു ഗ്രാമത്തിൽ നിന്ന് തുടങ്ങാനായിട്ട് സാധിക്കും. ഫ്രൂട്ട്സ് കട്ട് ചെയ്യുന്നതായിട്ടുള്ള വീഡിയോസ്, ഗ്രാമത്തിൽ നിന്ന് ലഭിക്കുന്നതായിട്ടുള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്നതായിട്ടുള്ള വീഡിയോസ്, അത് പാചകം ചെയ്യുന്നതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയുമൊന്നും വേണ്ട. പക്ഷേ ഈ ദൃശ്യങ്ങളും അതിൻ്റെ ശബ്ദവും നല്ല രീതിയിൽ ആളുകൾക്ക് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റുന്ന രീതിയിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ASMR ചാനലുകളുടെ ഒരു രഹസ്യം എന്ന് പറയുന്നത്. അത് ലോകത്തിൽ നിന്ന് ഈ ലാംഗ്വേജിന് അപ്പുറത്തായതുകൊണ്ട് കാണാൻ ലോകത്തിൻ്റെ ആഗോളതലത്തിൽ തന്നെ വ്യൂവേഴ്സ് ഉണ്ടാകും എന്നുള്ളതാണ്. ഇനി യൂട്യൂബുമായിട്ടും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് വില്ലേജിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഐഡിയാസ് ഉണ്ട്. പക്ഷേ ഇന്നതെല്ലാം ഈ വീഡിയോയിൽ പറയുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. അത് വരാനിരിക്കുന്ന വീഡിയോകളിൽ വിശദീകരിക്കാം.